അടുത്തതായിട്ട് നിങ്ങളുടെ വാട്ടർഷെഡ് ഏരിയയിലുള്ള ഒരു മാപ്പ് എങ്ങനെ ചെയ്യും, ലാൻഡ് യൂസ് മാപ്പ് എങ്ങനെ ചെയ്യുമെന്ന് കാണിച്ചു തരാം. അതിലേക്കായി നമുക്ക് നേരത്തെ ചെയ്തിരുന്ന ഫുൾ മാപ്പിന്റെ ലേഔട്ട് ആഡ് ചെയ്താലും കുഴപ്പമില്ല. അതിന്റെ സേവ് ആസ് കോപ്പി എടുക്കാം, അല്ലെങ്കിൽ നമുക്കൊരു ഫ്രഷ് വിൻഡോ ഓപ്പൺ ചെയ്ത് നിങ്ങൾ എന്ത് കൊടുക്കുന്നു, ലാൻഡ് യൂസ് എന്ന പേരിൽ സേവ് ചെയ്യുന്നു. ഞാനിവിടെ സേവ് ചെയ്തു, ലാൻഡ് യൂസ് എന്ന പേരിൽ നിങ്ങൾ സേവ് ചെയ്യുന്നു. അല്ലെങ്കിൽ പ്രോജക്റ്റിൽ സേവ് ആസ് കൊടുത്ത് ലാൻഡ് യൂസിന്റെ ഡേറ്റ ആഡ് ചെയ്യുന്നു. നേരത്തെ വാട്ടർഷെഡ് മാപ്പ് ചെയ്തെങ്കിൽ സേവ് ആസ് കൊടുത്ത് നിങ്ങൾ ലാൻഡ് യൂസ് എന്ന പേരിൽ കൊടുക്കുന്നു. അതിനുശേഷം ഈ മാപ്പ് ഐറ്റം, ഏതൊക്കെ മാപ്പ് ഐറ്റം വേണം, ലാൻഡ് യൂസ്, നിങ്ങളുടെ വാട്ടർഷെഡ് ബൗണ്ടറി, അവിടെ വരുന്ന റൂട്ട്സ്, ഡ്രെയിൻസ്, പ്ലേസ് നെയിംസ് ഇത്രയും ആഡ് ചെയ്യുക. ഒന്നിലൊരു ഫ്രഷ് വിൻഡോ അല്ലെങ്കിൽ നേരത്തെ ചെയ്തതിന് സേവ് ആസ് കൊടുത്ത് നമ്മൾ ചെയ്യുന്നു. അതിനുശേഷം ഇതിന്റെ ഷേപ്പ് ഒരു ഹൊറിസോണ്ടൽ പോലെയാണ്, അല്ലെ ലാൻഡ്സ്കേപ്പ് പോലെയാണ്. അതുകൊണ്ട് നമുക്ക് നേരത്തെ സെറ്റ് ചെയ്തത് പോർട്രേറ്റ് ആണ്. ഇനി നമ്മൾ അടുത്ത് സെറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു വാട്ടർഷെഡിനെ സംബന്ധിച്ചത് ലാൻഡ്സ്കേപ്പ് ആണ്. ചില വാട്ടർഷെഡുകൾ പോർട്രേറ്റ് തന്നെ ചെയ്യാൻ പറ്റും, ഫുള്ളായിട്ടുള്ളത് എന്തായാലും പോർട്രേറ്റ്. ചില വാട്ടർഷെഡുകൾ നിങ്ങൾക്ക് എല്ലാ ഗ്രൂപ്പിനും അല്ല, ചില ഗ്രൂപ്പുകാർക്ക് പോർട്രേറ്റ് തന്നെ ചെയ്യാം. പക്ഷെ ഇത് നോക്കുമ്പോൾ ഇത് ലാൻഡ്സ്കേപ്പിൽ ചെയ്യാൻ പറ്റിയ ഒരു ഷേപ്പാണ്. അപ്പോൾ നമ്മൾ ഇതിനെ സേവാസ് കൊടുക്കുന്നില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു, പുതിയൊരു ലേഔട്ട് ഓപ്പൺ ചെയ്യുന്നു. ഡ്യൂപ്ലിക്കേറ്റ് അല്ല, പുതുതായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാവുന്ന ന്യൂ ലേഔട്ട് ഓപ്പൺ ചെയ്യുന്നു. പേരെന്ത് കൊടുക്കുന്നു, ലാൻഡ് യൂസ് കൊടുക്കുന്നു. ഓക്കെ കൊടുക്കുന്നു. ഞാൻ ഒരിക്കൽ ഒരു ലാൻഡ് യൂസ് ഒന്ന് സേവ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ലാൻഡ് യൂസ് ഉണ്ടെന്ന് കൊടുത്തു, സേവ് ചെയ്യുന്നു. അപ്പോൾ ലാൻഡ്സ്കേപ്പ് ഷേപ്പിൽ വന്നിട്ടുണ്ട്. പോർട്രേറ്റ് ഇവിടെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. സേവ് ആസ് കൊടുത്ത് ഞാൻ ഒരിക്കൽ ചെയ്ത് നോക്കിയപ്പോൾ അത് ഷേപ്പ് അനുയോജ്യമല്ലെന്ന് കണ്ടതുകൊണ്ട് ഞാൻ ലാൻഡ്സ്കേപ്പ് പറഞ്ഞു തരാമെന്ന് കരുതി. അപ്പോൾ ഞാൻ ഇതിനെ ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ലാൻഡ്സ്കേപ്പിലെ പേജ് വന്നിട്ടുണ്ട്. നമ്മൾ ഇനി ആഡ് മാപ്പ് ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്ത് മാപ്പ് ഇവിടെ ആഡ് ചെയ്യുന്നു. ഞാൻ സ്റ്റൈൽ ചെയ്യാൻ പറഞ്ഞിരുന്നില്ല. അപ്പോൾ ഇതിവിടെ നിന്നോട്ടെ, നമുക്ക് മെയിൻ വിൻഡോയിലൊന്ന് സ്റ്റൈൽ ചെയ്യാം. ലാൻഡ് യൂസിനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് സിംബോളജി ടാബിൽ കാറ്റഗറൈസ്ഡ് എടുക്കണം. ഏത് വാല്യൂ വെച്ച് കാറ്റഗറൈസ് ചെയ്യണം. ഞാൻ നേരത്തെ മാപ്പ് ചെയ്യാൻ വേണ്ടി 9 കോഡ്സ് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. 9 കോഡ്സ് എടുത്ത് ക്ലാസിഫൈ കൊടുക്കുന്നു. അതിനുശേഷം ഒരു എക്സ്ട്രാ ഓൾ ദി അതർ ഉള്ളതിനെ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യുന്നു. താഴെ ഒരു മൈനസ് റെഡ് ഉണ്ട്, അതിനെ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള കളർ കൊടുക്കുന്നു. അഗ്രികൾച്ചറൽ ക്രോപ്സിനൊരു ലൈറ്റ് ഗ്രീനും ഒരു ലൈറ്റ് ഗ്രീൻ. ഓക്കെ. അഗ്രികൾച്ചറൽ ഫാലോ ലാൻഡിന് ഒരു ഡൾ കളർ കൊടുക്കുക. ഗ്രീനിൽ നിന്ന് തന്നെ ഉള്ള ഒരു ഡൾ കളർ കൊടുക്കാം. അതിനുശേഷം അഗ്രികൾച്ചറൽ മിക്സ്ഡ് ക്രോപ്പിന് ഒരു നല്ല ഗ്രീൻ കൊടുക്കാം. അതിനുശേഷം അഗ്രികൾച്ചറൽ പ്ലാന്റേഷൻ ക്രോപ്സിന് ഒരു ഡാർക്ക് ഗ്രീൻ കൊടുക്കാം. ഇത് പ്ലാന്റേഷൻ ക്രോപ്സ്. ഇനി ബിൽറ്റപ്പ് ലാൻഡിന് ആൾവേസ് റെഡ് കളറാണ്. ഇത് ബിൽറ്റപ്പ് ലാൻഡിന് വേണ്ടി ലോകത്ത് എല്ലായിടത്തും ഉപയോഗിക്കുന്ന റെഡ് കളറാണ്. അതുകൊണ്ട് നിങ്ങളും റെഡ് കളർ തന്നെ യൂസ് ചെയ്യണം. അടുത്ത് വരുന്നത് എന്താ, പാഡി കൺവേർട്ടഡ് ലാൻഡ്. പാഡി കൺവേർട്ടഡ് ലാൻഡ് ഒരു ഓറഞ്ച് ഷെയ്ഡിലാണ് നമ്മൾ ചെയ്യാറ്. ഒരു ലൈറ്റ് ഓറഞ്ച് സെലക്ട് ചെയ്യുക. അപ്പോൾ പാഡി കൺവേർട്ടഡ് ലാൻഡ് ലൈറ്റ് ഓറഞ്ച് കളർ. പാഡി കൾട്ടിവേറ്റിംഗ് ലാൻഡ്
ഒരു യെല്ലോ കളർ, പ്യുവർ യെല്ലോ കളർ കൊടുക്കാം. അതിനുശേഷം പാഡി ഫാലോ ലാൻഡ് ഈ ഓറഞ്ചിന്റെ ഒരു ഡൾ ഷെയ്ഡ് കൊടുക്കാം. ഇത് പാഡി ഫാലോ ലാൻഡ്. ഇനി വേസ്റ്റ് ലാൻഡ് ഒരു വയലറ്റ് കളർ. അടുത്ത് വരുന്നത് വാട്ടർ ബോഡീസ് ബ്ലൂ കളറാണ്. ഓക്കെ കൊടുത്തു അപ്ലൈ. ഓക്കെ, അപ്പോൾ ലാൻഡ് യൂസിന് കളറായി. നമുക്കിപ്പോൾ പെട്ടെന്ന് വേസ്റ്റ് ലാൻഡും പാഡി ഫാലോ ലാൻഡും പാഡി കൺവേർട്ടർ ലാൻഡും പാഡി കൾട്ടിവേറ്റിംഗ് ലാൻഡും ഒക്കെ പെട്ടെന്ന് അറിയാൻ പറ്റുന്നുണ്ട്. ഇനി വേണ്ടത് എന്താ വേണ്ടത്? പ്ലേസ് നെയിംസ് ഒന്ന് ഡിസ്പ്ലേ ചെയ്യണം. ഇതിനകത്ത് പ്ലേസ് നെയിം ഒരു പ്ലേസ് നെയിമേ ഉണ്ടെന്ന് തോന്നുന്നുള്ളൂ. നിങ്ങൾക്ക് അഡീഷണൽ പ്ലേസ് നെയിം കിട്ടുമെങ്കിൽ ഗൂഗിൾ സാറ്റലൈറ്റ് ഹൈബ്രിഡ് ആഡ് ചെയ്തിട്ട് ഈ പ്ലേസ് നെയിമിനെ ഒന്ന് എഡിറ്റ് ചെയ്ത് അഡീഷണൽ പോയിന്റ് ആഡ് ചെയ്യുക. ഇപ്പോൾ ഉണ്ടെങ്കിൽ ഞാനതൊന്ന് ഡിസ്പ്ലേ ചെയ്യാൻ ലേബിൾസിൽ പോയി സിംഗിൾ ലേബിൾസ് വാല്യൂ ഫീൽഡ് നെയിം സൈസ് ഒന്ന് കൂട്ടി അപ്ലൈ. ഓക്കെ, ഇവിടെ വന്നിട്ടുണ്ട് പാലി ഏരിയ എന്ന് വന്നിട്ടുണ്ട്. ഈ ഡോട്ട് ഞാൻ ബ്ലാക്ക് കളറായി കൊടുക്കുന്നു. ഓക്കെ കൊടുക്കുന്നു, അപ്ലൈ. ഓക്കെ, അടുത്ത ഡ്രെയിൻസ് ബ്ലൂ കളറിൽ കൊടുക്കുക. നേരത്തെ എപ്പോഴും പറയുന്നത് പോലെ ബ്ലൂ കളർ കൊടുക്കുക. അല്പം കൂടെ തിക്നെസ് കൂട്ടി വയ്ക്കുക. അപ്ലൈ. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? റോഡ്സ് റെഡ് കളറിൽ കൊടുക്കുക. റോഡ് ബെൽറ്റ് പ്ലാന്റ് ആയതുകൊണ്ട് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ബെൽറ്റ് ലാൻഡിന് വേണ്ടിയിട്ട് റെഡ് കളറാണ് യൂസ് ചെയ്യുന്നത്. നമ്മളും റെഡ് കളർ എടുത്തു. അപ്ലൈ. അല്പം ഒരു തിക്നെസ് കൂട്ടി കൊടുക്കാം, റോഡല്ലേ. അപ്ലൈ. ഓക്കെ കൊടുത്തു. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ കുറെ യൂണിറ്റ്സ് ചേർത്തല്ലേ മാപ്പിന് വേണ്ടി നമ്മൾ കോഡ് ചെയ്യാൻ വേണ്ടി യൂണിറ്റ് കുറച്ചത്. ബിൽറ്റപ്പ് ലാൻഡ് പല വെറൈറ്റി ഉണ്ടെങ്കിൽ നമ്മൾ ഒറ്റ ബിൽറ്റപ്പ് ലാൻഡ് ആക്കി. അതുപോലെ ഇവിടെ പാഡി കൺവേർട്ടഡ് ടു ബിൽറ്റപ്പ് ലാൻഡ്, സീസണൽ ക്രോപ്പ്, അങ്ങനെ കുറെ കൺവേർഷൻ ഉണ്ടായിരുന്നു. ആ കൺവേർഷനെയൊക്കെ ചേർത്താണ് നമ്മൾ ഒരു പാഡി കൺവേർട്ടഡ് ലാൻഡ് ആക്കിയത്. അപ്പോൾ ഇതിനിടയ്ക്ക് അതുകൊണ്ടാണ് ഇവിടെ ബ്ലാക്ക് ബോർഡർ ലൈൻസുകൾ കാണുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഭംഗിയാക്കണമെങ്കിൽ ഈ ബോർഡർ ലൈൻ ഒന്ന് കളയാം. ബോർഡർ ലൈൻ കളയാൻ പറഞ്ഞുതരാം. ഓരോ കളറിലും ക്ലിക്ക് ചെയ്ത് സിമ്പിൾ ഫില്ലിൽ ക്ലിക്ക് ചെയ്ത് ഈ വരുന്ന ബ്ലാക്ക് ട്രാൻസ്പെറൻറ്റ് സ്ട്രോക്ക് ആക്കുക. ഇപ്പോൾ ഇവിടുത്തെ ലൈൻ പോയത് കണ്ടോ? ഇനി ആ ഓറഞ്ച് ഷെയ്ഡിലൊന്ന് കാണിക്കാം. എല്ലാം ചെയ്യണം, എല്ലാം ചെയ്തോ. ഞാൻ ഇവിടെ ഓറഞ്ച് പെട്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട്, അതൊന്ന് കാണിച്ചു തരാം. ഡബിൾ ക്ലിക്ക് ചെയ്ത് സിമ്പിൾ ഫില്ലിൽ ക്ലിക്ക് ചെയ്ത് സ്ട്രോക്ക് കളർ ബ്ലാക്ക് എന്നത് മാറ്റി ട്രാൻസ്പാരന്റ് സ്ട്രോക്ക് കൊടുക്കുന്നു. അവിടെയില്ല. ഇനി അതുപോലെ ബാക്കി വേണ്ടാത്തതിൻ്റെയൊക്കെ നിങ്ങൾ കളയുക. ഇതെല്ലാം എടുക്കാനുള്ള ഈ മെനു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ട്രാൻസ്പാരന്റ് സ്ട്രോക്ക് എടുക്കണം. പാഡി കൾട്ടിവേറ്റിംഗ് ലാൻഡ് ഇനി എന്ത് കൊടുക്കണം? പ്ലാന്റേഷൻ ക്രോപ്സിനും ബ്ലാക്ക് മാറ്റി ട്രാൻസ്പാരന്റ് ഫില്ല് സ്ട്രോക്ക് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഇതിന്റെ ഔട്ടർ ബൗണ്ടറി എല്ലാം കളയുന്ന ഓരോ യൂണിറ്റിന്റെയും ഔട്ടറിലുള്ള ബ്ലാക്ക് ലൈൻ നമ്മൾ ഭംഗിക്ക് വേണ്ടി കളയുന്നു. അപ്പോൾ ഇതിലേക്ക്
ഇനി കുറച്ച് പ്ലേസ് നെയിം കൂടെ കിട്ടുമെങ്കിൽ ആഡ് ചെയ്തോളേ. ഇതിലേക്ക് നമുക്ക് കഡസ്ട്രൽ ബൗണ്ടറി കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ഏത് സർവേ നമ്പറിലാണ് നമുക്ക് ഫാലോ ലാൻഡ് അല്ലെങ്കിൽ പടി കൾട്ടിവേറ്റ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കഡസ്ട്രി കൂടെ ആഡ് ചെയ്യാം. കഡസ്ട്രി ക്ലിക്ക് ചെയ്തതാണെന്ന് തോന്നുന്നു, പക്ഷെ കാണുന്നില്ല. അങ്ങനെയെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടെ ക്ലിക്ക് ചെയ്യും. അപ്പോൾ കഡസ്ട്രിയിൽ സർവേ നമ്പർ കൂടെ ഡിസ്പ്ലേ ചെയ്ത് നമുക്ക് കാണിക്കാം. സിസ്റ്റം ഹാങ് ആയതാണ്. ഗ്രൂപ്പ് 8ൽ കഡസ്ട്രി ഇല്ല. ഞാൻ അതുകൊണ്ട് ഒന്നുകൂടെ ഫുൾ ഡേറ്റ ഫൈനൽ ഡേറ്റയിൽ നിന്ന് കഡസ്ട്രിയുടെ SSP ഫോൾഡറിൽ നിന്ന് ഇങ്ങോട്ടൊന്ന് ഡ്രാഗ് ചെയ്തിരുന്നു. അങ്ങനെയും പറ്റും നമുക്ക്. ഇപ്പോൾ കഡസ്ട്രി ആഡ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. കഡസ്ട്രി വാട്ടർഷെഡ് ബൗണ്ടറി ഇവിടെ ഫോൾഡറിൽ പോയിട്ട് കഡസ്ട്രി എന്ന് പേര് കൊടുക്കുന്നു. സേവ് ചെയ്യുന്നു, റൺ ചെയ്യുന്നു. ഇപ്പോൾ പോർഷൻ ഇവിടെ ക്ലിപ്പായി വന്നിട്ടുണ്ട്. ഈ ഫുൾ കഡസ്ട്രി റിമൂവ് ചെയ്യുന്നു. ഈ കഡസ്ട്രിയുടെ ഔട്ടർ ബ്ലാക്ക് ലൈൻ മാത്രം നമുക്കൊന്ന് കാണിക്കാം, ബ്ലാക്ക് ആയിട്ട് കാണിക്കാം. അല്പം കൂടി ഒന്ന് തിക്നെസ് കുറച്ച് വെക്കാം. 0.16 മാറ്റി ഞാൻ 26 ആക്കി. അപ്ലൈ. പിന്നെ എന്ത് ചെയ്യണം, സർവേ നമ്പർ കാണിക്കാതെ ബൗണ്ടറി ഇട്ടിട്ട് കാര്യമില്ല. അതുകൊണ്ട് ലേബൽസിൽ സിംഗിൾ ലേബൽസ് P കോഡാണ് സർവേ നമ്പർ വരുന്നത്. നമുക്ക് ആ പോളിഗൺസിന്റെ ഇടയിലല്ലേ, നമുക്കൊന്ന് ബോൾഡ് ആക്കി വെച്ച് നോക്കാം. ആൾക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയണം. അപ്പോൾ കാണാം. ഇപ്പോൾ ഇനി എന്ത് ചെയ്യണം, നമ്മൾ ലേഔട്ടിലേക്ക് പോകണം. നേരത്തെ ലേഔട്ട് ഒരിക്കൽ ഓപ്പൺ ആക്കി അല്ലേ. ഇതിനൊന്ന് റിഫ്രഷ് ചെയ്യുക. അവിടെ മാപ്പ് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ വലുതാക്കി വെക്കണം. എന്ത് ചെയ്യണം, 19,000 ആണ് ഇപ്പോൾ ഉള്ളത്. നമ്മളൊരു 8,000 വെച്ച് നോക്കാം. മാപ്പിനെ മൂവ് ചെയ്തുകൊണ്ട് വരാൻ മൂവ് ഐറ്റം കണ്ടന്റ് അതിനെ മൂവ് ചെയ്ത് 8,000 ശരിയാവില്ല, 9,000 കൊടുക്കാം. 9,000 ഇതിൽ സ്യൂട്ടബിൾ ആണ്. സർവേ നമ്പർ ഒക്കെ കാണാം. നിങ്ങൾ എല്ലാ മാപ്പിലും കഡസ്ട്രൽ മാപ്പ് ഇടണമെന്നില്ല. ലാൻഡ് യൂസിൽ ഇട്ടോ
സ്ലോപ്പ് റിലീഫ് അതിലൊന്നും വേണമെന്നില്ല. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? ഈ ഫ്രെയിമിനൊന്ന് ബോർഡർ കൊടുക്കാം. പിന്നെ എന്ത് ചെയ്യാം? ഒരു ഹെഡിങ് വെക്കണം. അപ്പോൾ നേരത്തെ വേറൊരു പോർട്രേറ്റിലാണ് ചെയ്തത്. നമ്മൾ ലാൻഡ്സ്കേപ്പിൽ കൂടെ ഒന്ന് സെറ്റ് ചെയ്തിടുമ്പോൾ ഇത് തന്നെ ഇനി നിങ്ങളുടെ എല്ലാ മാപ്പിനും ഉപയോഗിക്കാം. അപ്പോൾ ഒരു ടെക്സ്റ്റ് കൊടുത്ത് എന്ത് കൊടുക്കുക? ഇവിടെ ലാൻഡ് യൂസ്. ഈ ലേഔട്ട് നിങ്ങളുടെ എല്ലാ മാപ്പിനും ഉപയോഗിക്കാം. ലാൻഡ് യൂസ്. അപ്പോൾ അതിന്റെ സൈസ് മാറ്റണം. സൈസ് മാറ്റണമെങ്കിൽ താഴേക്ക് വരണം. ഫ്രെയിം കൊടുക്കാം. പിന്നെ ഇതിലൊരു ഫോണ്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഫോണ്ടിൽ ക്ലിക്ക് ചെയ്ത് വലിയ സൈസ് ആക്കി. ഇനി അത് ബോൾഡ് വേണമെങ്കിൽ ആക്കാം. കളർ വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് ഗ്രീൻ കളറാക്കി. അതിനുശേഷം ഇതിന് ബോർഡർ വേണ്ട അല്ലേ? വൃത്തിയേട്. അപ്പൊ ആ ബോർഡർ ഞാനൊന്ന് ഓഫ് ചെയ്യുന്നു. ഇനി ഇത് ഏത് വാട്ടർഷെഡാണ്? 34K 12D അല്ലേ? അത് ഇവിടെ എഴുതി വെക്കണം. വാട്ടർഷെഡ് ഐക്കൺ കൊടുത്തിട്ട് 36K 12D D സ്മോൾ ഇട്ട് കൊടുക്കുന്നു. അതിനും നമ്മൾ ഫോണ്ട് സൈസ് ഒക്കെ കൂട്ടാം. മതിയാകും. മൊത്തം സെലക്ട് ചെയ്ത് അലൈൻ ചെയ്യാൻ മിഡിൽ കൊടുത്തു, സെന്റർ കൊടുത്തു. ലാൻഡ് യൂസ് വാട്ടർഷെഡ് കൊടുത്തു. ഇനി ഒരു നോർത്ത് ആരോ വെക്കണം. ഇതെല്ലാം നേരത്തെ ചെയ്തതുപോലെ തന്നെ. ഇവിടെ വന്ന് ഡ്രാഗ് ചെയ്യുന്നു. ഇവിടെ വരുന്ന നോർത്ത് ആരോയിൽ ഇഷ്ടപ്പെട്ട നോർത്ത് ആരോ ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യണം? ഒരു സ്കെയിൽ ബാർ കൊടുക്കണം. നേരത്തെ ചെയ്ത് തന്നെ ഇതെല്ലാം. അതില് നമ്മള് മീറ്റർ മാറ്റി കിലോമീറ്റർ ആക്കണം. മതിയത്. ഇനി ഒരു ഇവിടെ സ്കെയിലിന്റെ ടെക്സ്റ്റ് വെക്കണം. ഇപ്പൊ എത്ര സ്കെയിലാ നിൽക്കുന്നത് എന്നുള്ളത് 9000 ആണ്. അപ്പൊ ഒരു ടെക്സ്റ്റ് എടുത്ത് ഇവിടെ സ്കെയിൽ 1:9000 എന്ന് കൊടുക്കുന്നു. ലോറൻസ് മാറ്റിയിട്ട് സ്കെയിൽ 1:, എത്രയത്? 8000. 8000 എന്ന് കൊടുക്കുന്നു. ഇത് 9000 ആണ് സ്കെയിൽ. അപ്പോൾ സ്കെയിൽ അവിടെ ചേഞ്ച് ചെയ്യണം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് 8 മാറ്റി 9 ആക്കുന്നു. കൊടുക്കുന്നു. എന്നിട്ട് ഇതിനെ കുറച്ചുകൂടെ നീക്കി അലൈൻ ചെയ്യുക. ഇനി എന്ത് വേണം? ഒരു ലെജൻഡ് വേണം. ലെജൻഡ് ചെയ്യാനായിട്ട് ഇവിടെ നമ്മൾ ഒരു ബോക്സ് വരയ്ക്കുന്നു. വരച്ചിട്ട് നമുക്ക് കടസ്റ്റിലെ ഐറ്റംസ് ഒക്കെ കഡസ്ട്രി, പ്ലേസ് നെയിം, ഡ്രെയിൻസ്, റോഡ്സ്, വാട്ടർഷെഡ് ബൗണ്ടറി, ലാൻഡ് യൂസ്. അപ്പോൾ ഈ ലാൻഡ് യൂസ് എന്ന പേര് വേണ്ട.
അതുമാത്രമല്ല ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. ആദ്യം ബിൽറ്റപ്പ് ലാൻഡ്, എന്നിട്ട് പാഡി കൾട്ടിവേറ്റിംഗ് ലാൻഡ്, പിന്നെ പാഡി കൺവേർട്ടഡ്, പിന്നെ പാഡി ഫാലോ. അത് കഴിഞ്ഞിട്ട് അഗ്രികൾച്ചർ ക്രോപ്സ്, അഗ്രികൾച്ചർ മിക്സ്ഡ് ക്രോപ്സ്, അഗ്രികൾച്ചർ പ്ലാന്റേഷൻ ക്രോപ്സ്, പിന്നെ അഗ്രികൾച്ചർ ഫാലോ ലാൻഡ്, പിന്നെ വേസ്റ്റ് ലാൻഡ്, പിന്നെ വാട്ടർ ബോഡി. ഇങ്ങനെ ഒരു ഓർഡർ വേണം ചെയ്യാനുള്ളത്. അപ്പോൾ ഓർഡർ എങ്ങനെ ചെയ്യും? ഇവിടെ വന്നിട്ട് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കി ലാൻഡ് യൂസിൻ്റെ ആരോ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് ഏത് ഐറ്റമാണ് നീക്കാനുള്ളത്. മൊത്തത്തിൽ നീക്കണമെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഒരു ആരോ ഉണ്ട്, അതുവഴി മാറ്റാം. നമുക്കിപ്പോൾ ഇവിടെ ഓട്ടോ അപ്ഡേറ്റ് എന്ന ടിക്ക് മാറ്റിയാലേ നമുക്ക് ആവശ്യമായ ചേഞ്ചസ് വരുത്താൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഓട്ടോ അപ്ഡേറ്റ്സിന്റെ ചെക്ക് മാറ്റുക. ഇനി ലാൻഡ് യൂസ് എന്ന ഹെഡിങ് ഈ ലെജൻഡിനകത്ത് വേണ്ട, അതുകൊണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഹിഡൻ കൊടുക്കുന്നു. പിന്നെ എന്താ വേണ്ടത്? പിന്നെ ഇതിന്റെ ഓർഡർ ആദ്യം ബിൽറ്റപ്പ് ലാൻഡ് വരണം. ബിൽറ്റപ്പ് ലാൻഡിൽ ക്ലിക്ക് ചെയ്ത് മുകളിലേക്കുള്ള ആരോ കൊടുക്കുക. അടുത്ത് അഗ്രികൾച്ചർ മിക്സ്ഡ് ക്രോപ്പ് തൊട്ട് മുകളിലേക്ക് വെക്കുക. അഗ്രികൾച്ചർ പ്ലാന്റേഷൻ ക്രോപ്പും ഫാലോ ലാൻഡിന് മുകളിൽ വെക്കുക. അടുത്ത് പാഡി കൺവേർട്ടഡ് ലാൻഡ്, പാഡി കൾട്ടിവേറ്റിംഗ് ലാൻഡ് ബിൽറ്റപ്പ് ലാൻഡിന്റെ തൊട്ട് താഴെ വേണം വരേണ്ടത്. പാഡി കൾട്ടിവേറ്റിംഗ് ലാൻഡ്. ഇനി പാഡി കൺവേർട്ടഡ് ലാൻഡ് ഉണ്ട്, ഇതിനെയും മുകളിൽ എത്തിച്ച് പാഡി കൺവേർട്ടഡ് ലാൻഡ് ഏറ്റവും മുകളിലായിരുന്നു, അത്രയും പോണ്ട. പാഡി കൾട്ടിവേറ്റിംഗ് ലാൻഡിന്റെ താഴെ. അടുത്ത പാഡി ഫാലോ ലാൻഡിനെയും അവിടെ എത്തിക്കുക. അതിനുശേഷം അഗ്രികൾച്ചർ ക്രോപ്സ്, അഗ്രികൾച്ചർ മിക്സ്ഡ് ക്രോപ്സ്, അഗ്രികൾച്ചർ പ്ലാന്റേഷൻ ക്രോപ്സ്, ബാക്കി ഓർഡറൊക്കെ കറക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇവിടെ അതുപോലെ ആയിട്ടുണ്ട്. ഇനി ഈ വാട്ടർഷെഡ് ബൗണ്ടറിയിൽ ഒരു ലൈൻ പേരിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ മൈനസ് വാട്ടർഷെഡ് ബൗണ്ടറിയിൽ 2 അണ്ടർസ്കോർ കിടപ്പുണ്ട്, അതിനെ ഒന്ന് എഡിറ്റ് ചെയ്യാം. അപ്പോൾ ആ ലൈൻ മാറി. ഇനി ഇതിനൊരു ഹെഡിങ് വേണം, അതെവിടെ കിട്ടും? ടൈറ്റിൽ ലെജൻഡ്. ലെജൻഡ് എന്ന് കൊടുത്തു. ഇനി ഇതിനെ കറക്റ്റായിട്ട് നീക്കി വെച്ചിട്ട് എന്ത് ചെയ്യണം? നമ്മൾ എക്സ്പോർട്ട് ചെയ്യണം. ഇത് ഹാങ് ആയി. ഇതിപ്പോ ഹാങ് ആയത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ കറക്റ്റായിട്ട് ഇവിടെ ഒതുക്കി ചെറുതാക്കി വെക്കണേ. ഈ മാപ്പിനെ കുറച്ചൊന്ന് നീക്കി ഇങ്ങോട്ട് വെച്ചിട്ട് സെലക്ട് ചെയ്ത് ആരോ മാറിപ്പോയത് കൊണ്ടാണ് വരാത്തത്. അപ്പോൾ ഇത് ലാൻഡ് യൂസ് മാപ്പായി. സേവ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യാം. എക്സ്പോർട്ട് ആസ് ഇമേജ്. ലാൻഡ് യൂസ് സേവ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? ഇതിലിപ്പോ ഒരു കഡസ്ട്രൽ മാപ്പ് കൂടെ സെറ്റ് ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം കിടപ്പുണ്ട്. നമുക്കിതിനെ സേവേഴ്സ് ഏത് മെയിൻ വിൻഡോയിൽ പോയിട്ട് സേവേഴ്സ് കൊടുത്ത് കഡസ്ട്രി എന്ന് കൊടുക്കാം. പ്രൊജക്റ്റ് സേവേഴ്സ് കഡസ്ട്രി. സേവ് ചെയ്യുന്നു. ഇതിൽ നമുക്ക് ലാൻഡ് യൂസ് അങ്ങ് ഓഫ് ചെയ്ത് കളഞ്ഞാൽ ബാക്കി കാണുന്നത് ഒരു കഡസ്ട്രൽ മാപ്പാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു മാപ്പ് കൂടെ ആയി. ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ ഇവിടെ മൂന്നാമതൊരു ഐക്കൺ ഉണ്ട്, ന്യൂ ലേഔട്ട് ഡ്യൂപ്ലിക്കേറ്റ്. ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത്
കഡസ്ട്രി എന്ന് കൊടുക്കുന്നു. ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ ഒരു മാപ്പ് ഇവിടെ സേവ് ആയി. അപ്പോൾ ഇതിന്റെ ഹെഡിങ് നമ്മൾ എന്ത് കൊടുക്കുന്നു? ഇവിടെ വന്നിട്ട് കഡസ്ട്രി എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇതിൽ വേറെ ഒന്നും ചേഞ്ച് ചെയ്യാനില്ല, ആവശ്യമായിട്ടുള്ളത് മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതിനെ സേവ് ചെയ്യുന്നു, ഒരിക്കൽ കൂടെ എക്സ്പോർട്ട് ചെയ്യുന്നു, എക്സ്പോർട്ട് ആസ് ഇമേജ്. അപ്പോൾ എന്ത് കൊടുക്കണം? കഡസ്ട്രി, സേവ്. അടുത്ത് വീണ്ടും ഇതിനെ എന്തായിട്ട് കൊടുക്കാൻ പറ്റും? എന്തായിട്ട് കൊടുക്കാം ഇതിനെ? ഇനി നമുക്ക് ഒരു റിലീഫിന്റെ മാപ്പ് അല്ലെങ്കിൽ സ്ലോപ്പിന്റെ മാപ്പ്, സ്ലോപ്പ് ഡേറ്റ ഞാൻ ഇന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. സ്ലോപ്പിന്റെ വെച്ചിട്ട് സ്ലോപ്പ് കൂടി ചെയ്യും. ശരിയായിട്ട് വന്നിട്ടില്ല, ക്ലിക്ക് ചെയ്തത് ഫുൾ കവേർഡ് അല്ല സ്ലോപ്പിന്റെ ഇത്, അതുകൊണ്ട് റിമൂവ് ചെയ്യുന്നു. ഞാൻ വേറൊരു ഡേറ്റ ആഡ് ചെയ്തിട്ടുണ്ട്, അതില് സ്ലോപ്പ് ഹാങ് ആയി പോകുന്നു. അപ്പോൾ സ്ലോപ്പിന്റെ ഡേറ്റ, സ്ലോപ്പ് എന്നൊരു ഫോൾഡറിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സ്ലോപ്പ് .shp ഇതിനകത്തേക്ക് ഡ്രാഗ് ചെയ്തിരുന്നു. ഇത് ഹാങ് ആയതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിതിനെ സേവാസ് കൊടുത്ത് എന്ത് കൊടുക്കണം? സ്ലോപ്പ് എന്ന് കൊടുക്കണം. എന്നിട്ട് ലേഔട്ടും ഒരു സ്ലോപ്പ് എന്നുള്ള ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. എളുപ്പമാണ്. സ്ലോപ്പിൽ കഡസ്ട്രി വേണമെന്നില്ല, ഡ്രെയിനും വേണമെന്നില്ല. അപ്പോൾ ഡ്രെയിനും കഡസ്ട്രിയും ഓഫ് ചെയ്താൽ, ഡ്രെയിനും കഡസ്ട്രിയും ഓഫ് ചെയ്ത് വേണമെങ്കിൽ കഡസ്ട്രി ഇവിടെ ഇട്ടേക്കാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതുപോലത്തെ സെയിം ആപ്പുകൾ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് കഡസ്ട്രി ഒഴിവാക്കിയിട്ട് എന്ത് കൊടുക്കണം? സ്ലോപ്പും പ്ലേസും റോഡും കൊടുക്കുക. ഇത്രയും കൊടുത്ത് സ്ലോപ്പിന്റെ ഇന്റൻസിറ്റി അനുസരിച്ച് കളർ ചെയ്യണം. ഹാങ് ആയിപ്പോയി, അതുകൂടെ ഒന്ന് കാണിച്ചു തരാം. അപ്പോ സ്ലോപ്പ് ഞാൻ ഫോൾഡറിൽ നിന്ന് SHP ഇങ്ങോട്ട് ആഡ് ചെയ്യുന്നു. അതിനെ നമ്മുടെ ഏരിയയുടെ മാത്രം ഒന്ന് ക്ലിക്ക് ചെയ്തെടുക്കാം. വെക്ടറിൽ ജിയോ പ്രോസസിംഗ് ക്ലിപ്പ്, സ്ലോപ്പ്, വാട്ടർഷെഡ് ബൗണ്ടറി, ഈ സ്ലോപ്പിനെ ഡിലീറ്റ് ചെയ്യുന്നു. ക്ലോസ്. ഈ സ്ലോപ്പിനെ എക്സ്പോർട്ട് ചെയ്ത് ഫോൾഡറിൽ സൂക്ഷിക്കുന്നു. ടെമ്പററി ലെയർ ആണ് ഈ സിമ്പിൾ കാണുന്നത്, അതുകൊണ്ട് എക്സ്പോർട്ട് ചെയ്ത് ഫോൾഡറിൽ സേവ് ചെയ്യുന്നു. അവിടെ ഒരു സ്ലോപ്പ് ഉണ്ട്, അത് എറർ ആയിരുന്നു, അതുകൊണ്ട് ഞാൻ അത് തന്നെ സെലക്ട് ചെയ്ത് ഓക്കെ കൊടുത്തു. ഓവർ റൈറ്റ് ചെയ്യണമെന്ന് ചോദിക്കുന്നു, അതിനെ മാറ്റി പുതിയതാക്കാം. ഓവർ റൈറ്റ് ചെയ്തു. അതുകൊണ്ട് ടെമ്പററി ലെയറിനെ ഞാൻ ഇവിടുന്ന് റിമൂവ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ ടെമ്പററി ലെയർ എടുക്കണമെന്നില്ല, ആദ്യമേ തന്നെ ഫോൾഡറിലേക്ക് സേവ് ചെയ്താലും മതി. എന്നാലും ടെമ്പററി ലെയർ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ എക്സ്പോർട്ട് ചെയ്ത് വേണമെങ്കിൽ സൂക്ഷിക്കാം, അല്ലെങ്കിൽ കളയാം. അപ്പോൾ ഇത് സ്ലോപ്പിന്റെ ഇന്റൻസിറ്റി അനുസരിച്ച് കളർ ചെയ്യണം. ലൈറ്റ് ഷെയ്ഡ് ഏറ്റവും കുറഞ്ഞ സ്ലോപ്പിനും, ഇപ്പോൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇതിനെ മാറ്റി ഒന്ന് സേവ് ചെയ്യണം. അതിന് എന്തോന്ന് ചെയ്യണം? പ്രൊജക്റ്റില് സേവ് ആസ് സ്ലോപ്പ്. മറ്റേ ലേഔട്ടിലാണെങ്കിലോ കഡസ്ട്രി മാറ്റിയിട്ട് ഫയൽ, ഡ്യൂപ്ലിക്കേറ്റ് ലേഔട്ട്, ഇതെന്താ? സ്ലോപ്പ് എന്ന് കൊടുക്കും. അപ്പോൾ മെയിൻ വിൻഡോയിൽ ചെന്ന് കളറൊക്കെ ശരിയാക്കുക. സ്ലോപ്പ് ഡബിൾ ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടി വിൻഡോയിൽ പോയി സിംബോളജിയിൽ പോയിട്ട് കാറ്റഗറൈസ്ഡ് എടുക്കുക. സ്ലോപ്പ് എന്ന കോളം സെലക്ട് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക, ആളതിൽ കളയുക. ഇതില് 0 to 3% ഒരു ലൈറ്റ് ഷെയ്ഡ് ആയിരിക്കണം.
0 to 3%. ഓക്കെ, അടുത്ത് 3 to 5% അല്പം കൂടെ ഡാർക്ക് കളർ. അടുത്ത 5 to 10% എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഡാർക്ക്. അടുത്ത 10 to 15 എന്നത് കുറച്ചുകൂടെ ഒരു ഡാർക്ക് കളർ. ഓക്കെ, അടുത്ത് 15 to 35 എന്നത് കുറച്ചുകൂടെ ഡാർക്ക് കളർ കൊടുത്ത് ഓക്കെ എടുക്കുക. എബോ 35% സ്ലോപ്പുള്ള ഏരിയ ഇവിടെ ഇല്ല. സ്റ്റീപ്പ് സ്ലോപ്പിംഗ് ലാൻഡ് ഇവിടെ ഇല്ല. അപ്പൊ കണ്ടല്ലോ, ഇതാണ്. ഇതിലെ കഡസ്ട്രി വേണമെന്നില്ല, കഡസ്ട്രി ഓഫ് ചെയ്തു. ഇടുന്നെങ്കിൽ കഡസ്ട്രിന്റെ മുകളിൽ ഇടുക, എന്നാലേ കാണാൻ പറ്റും. കണ്ടോ ഇങ്ങനെ. അപ്പൊ കഡസ്ട്രിയുടെ ഓവർലേ ചെയ്താലും കുഴപ്പമില്ല. അപ്പൊ ഇതിനെ ഇനി മാപ്പ് വ്യൂവിലോട്ട് വന്നിട്ട് ഒന്ന് റിഫ്രഷ് ചെയ്യണം. അപ്പോൾ നമുക്ക് വേണമെന്നുള്ള മാപ്പ് കിട്ടി. ഇതിനകത്ത് വേണ്ടത് എന്താണ്? ഇനി നമുക്ക് സ്ലോപ്പിന്റെ ലെജൻഡ് കൂടെ വേണം അല്ലേ? അപ്പോൾ സ്ലോപ്പ് നമ്മള് അതുപോലെ ഡ്രെയിൻസ് ഇട്ടില്ല, റോഡ്സ് ഇട്ടില്ല. ആ റോഡ് വേണം, ഡ്രെയിൻസ് വേണ്ട. ഡ്രെയിൻസ് കളയുന്നത് എങ്ങനെയാ? ലെജൻഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ലെജൻഡ് ഐറ്റം ഇവിടെ കാണിക്കും. അതിൽ നമുക്ക് കഡസ്ട്രി അല്ലെങ്കിൽ ഡ്രെയിൻസ് വേണമെങ്കിൽ ഡ്രെയിൻസിനെ സെലക്ട് ചെയ്യുന്നു, ഇവിടെ ഡിലീറ്റ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഓട്ടോ അപ്ഡേറ്റ് അൺചെക്ക് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ഇതൊന്നും പറ്റില്ല. മൈനസ് ചെയ്തു, അപ്പൊ അത് പോയി. ഇനി നമുക്ക് ആഡ് ചെയ്യാനുള്ള ഒരു ഐറ്റം എന്താണ്? സ്ലോപ്പ് എന്നതാണ്. സ്ലോപ്പിനെ സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുന്നു. ഇത് രണ്ടും ഈ പ്ലസും മൈനസ് ബട്ടണിലാണ് ഞാൻ ചെയ്തത്. ഇപ്പൊ അവിടെ എന്ത് വന്നു? സ്ലോപ്പിന്റെ ലെജൻഡ് വന്നു. അതിൽ ആ ഹെഡിങ് നമുക്ക് വേണ്ട. മാപ്പിന്റെ ഹെഡിങ് തന്നെ സ്ലോപ്പ് എന്നാണ് കൊടുക്കേണ്ടത്. അപ്പൊ ഇതിനെ ഹിഡൻ ആക്കണം. കഡസ്ട്രി എന്നത് മാറ്റി നമ്മൾ സ്ലോപ്പ് എന്ന് കൊടുക്കുന്നു. സെന്റർ ആക്കി വെക്കുന്നു. ഒന്നിച്ച് സെലക്ട് ചെയ്തിട്ട് ഫ്രെയിമും കൂടെ ക്ലിക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഫ്രെയിമിന് പുറത്ത് ഈ കൺട്രോൾ സെറ്റ് കൊടുക്കാം. നീങ്ങിപ്പോയതിന് കൺട്രോൾ സെറ്റ്. ഇതും കൺട്രോൾ പിടിച്ചുകൊണ്ട് ഇതും കൂടെ സെലക്ട് ചെയ്തു. സെലക്ട് ആവാൻ വൈകി. അപ്പോ സെലക്ട് ആയി. സെലക്ട് ആയിട്ട് നമ്മൾ ഇവിടെ വന്ന് സെന്റർ അലൈൻമെന്റ് കൊടുക്കുന്നു. ഇതിപ്പോ ഇതിന്റെ കോൾ എത്ര വലുതായതുകൊണ്ടാണ് സെന്റർ അലൈൻമെന്റ് വരാത്തത്. അപ്പൊ ഇനി സെലക്ട് ചെയ്യാം. സെന്റർ കൊടുക്കാം. എന്തുകൊണ്ടോ വരുന്നില്ല. ഞാൻ എന്തായാലും അല്ലാതെ നീക്കി വെച്ചു. സ്കെയില് നമ്മൾ ഒരിക്കൽ ചേഞ്ച് ചെയ്താൽ അത് തന്നെ എപ്പോഴും അത് തന്നെ മതി. അപ്പൊ ഇത് ഓക്കെ ആണ്. സേവ് ചെയ്യുക. ലേഔട്ടിനെ എക്സ്പോർട്ട് ആസ് ഇമേജ് കൊടുത്ത് സ്ലോപ്പ് സേവ് ചെയ്യുക. ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ. ഇപ്പൊ 4-5 മാപ്പ് സെറ്റ് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ബാക്കി നിങ്ങൾ ചെയ്തോളുക. കഡസ്ട്രി എല്ലാത്തിലും ഓവർലേ ചെയ്യണമെന്നില്ല, ചെയ്യുന്നത് കൊണ്ട് തെറ്റുമില്ല. ഇതിലെ റോഡിന്റെ ലെയർ കാണുന്നില്ലല്ലോ. റോഡിന്റെ ലെയർ എവിടെ പോയി? എന്താ കാണാത്തെന്ന് അറിയാമോ? സ്ലോപ്പിന്റെ അടിയിലായിപ്പോയി റോഡ്. പ്ലേസ് നെയിംസും അങ്ങനെ തന്നെ. നമ്മൾ ഡ്രെയിൻസ് ഇടുന്നില്ല, അതുകൊണ്ട് ഡ്രെയിൻസ് വേണ്ട. അപ്പോൾ റോഡ് ഒന്ന് ഇട്ടിട്ട് ഒന്നുകൂടെ ഇതിലേക്ക് വന്ന് സ്ലോപ്പിലേക്ക് വന്ന് റിഫ്രഷ് ചെയ്ത് റോഡ് വന്നു. ഒരിക്കൽ കൂടെ എക്സ്പോർട്ട് ചെയ്യുക. സ്ലോപ്പ് സെലക്ട് ചെയ്ത് സേവ്.
അപ്പോൾ മാം സെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു.